ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം. ഇന്ന് നമ്മൾ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് പൈനാപ്പിൾ കൃഷിയിൽ വിളവെടുക്കാൻ പോകുന്നു. അതാണ് നിങ്ങളോട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് വിളവെടുക്കാൻ വിചാരിച്ചതല്ല. ഇന്ന് വിളവെടുക്കാൻ കാരണം എല്ലാം തന്നെ കണ്ടോ ഒടിഞ്ഞു കിടപ്പുണ്ട് ചിലതൊക്കെ. അപ്പോൾ അത് ഒടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നത്. അപ്പോൾ അതന്നെ ഒരു വീഡിയോ എടുത്തു. ഞാൻ ഒരു 10 വർഷമായിട്ട് ഈ കൃഷി ചെയ്യുന്നത്. കൃഷിയെന്ന് പറയാൻ പറ്റില്ല, അടുക്കള കൃഷിയിൽ നമുക്ക് എന്തെല്ലാം ഉൾപ്പെടുത്താൻ പറ്റുമോ അതെല്ലാം ഉൾപ്പെടുത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുപടി ഞാൻ ആദ്യമായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച ഒരു പൈനാപ്പിൾ നിന്ന് ഗ്രീഡം ഭാഗമില്ലേ അത് നട്ട് കൊടുത്ത് പിടിപ്പിച്ചതാണ്. പിന്നെ അതിൽ നിന്നാണ് ഇത്ര തൈകൾ ഞാൻ പിടിപ്പിച്ച് കൊണ്ടുവന്നത്. കുറേ രീതിയിൽ നമുക്കിത് നട്ട് പിടിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്ര വർഷം നാം വളർത്തതിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയത് ഈ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവെക്കാം. ഇങ്ങനെ ഒടിഞ്ഞു വീഴാൻ കാരണം പൊട്ടാഷ്യം, അതേപോലെ ബോറോൺ, കാൽഷ്യമിൻ്റെ ചത്ത് നമുക്ക് കുറവുണ്ടെങ്കിൽ ഇങ്ങനെ ഒടിഞ്ഞു വീഴാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ നല്ല വെയിറ്റ് ഉണ്ടെങ്കിലും അത് താങ്ങാനാവാതെ വീഴാനും ചാൻസ് ഉണ്ട്. അതുകൂടാതെ എന്തെങ്കിലും പൂവൊക്കെ അതിൽ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ വെള്ളം കുറേ ഇങ്ങനെ അതിൽ കെട്ടി നിന്നെങ്കിലും ഇങ്ങനെ വീഴാൻ സാധ്യത ഉണ്ട്. പിന്നെ വെയിലും മഴയൊക്കെ മാറി മാറി വരുന്ന സമയത്താണെങ്കിൽ ഇതിങ്ങനെ ഒടിഞ്ഞു വീഴാനും ഉണ്ട്. അങ്ങനെ കുറേ ഇതിന് കാരണങ്ങളുണ്ട്. നമ്മൾ നട്ട് കൊടുക്കുമ്പോൾ അടിവളങ്ങൾ നല്ല രീതിയിൽ ഇട്ട് കൊടുത്തെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇതിൽ വിളവെടുക്കാനായിട്ട് സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതിന് ഞാൻ ഒന്നും ഇട്ട് കൊടുക്കാറില്ല. അതാണ്, എന്നാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. അടുക്കള കൃഷിയിൽ നമുക്ക് സ്ഥലമുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ പൈനാപ്പിൾ നട്ട് കൊടുക്കുക. കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഇത് അത്രയും രുചിയാണ്, നല്ല മണം കൂടിയാണ്. അതുകൂടാതെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് കഴിക്കുമ്പോൾ നാവിൽ ഒരു ചൊറിച്ചിലുണ്ടാവും. പക്ഷേ ഇതിൽ അങ്ങനത്തെ ഒരു ചൊറിച്ചിലോ അങ്ങനത്തെ ഒന്നും ഉണ്ടാകുന്നില്ല. പിന്നെ അങ്ങനത്തെ വെറൈറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് കടയിൽ നിന്ന് വാങ്ങിച്ച ഗ്രീഡം ഈ ഇതിപ്പോൾ കാണുന്നില്ലേ, ഈ ഭാഗമാണ് നട്ട് കൊടുത്തത്. പിന്നെ ഈ സൈഡിലുള്ള ഇതെല്ലാം നമുക്ക് തൈകളാണ്. അത് നട്ട് കൊടുത്ത ശേഷം ഇങ്ങനെ കായ് വരുമ്പോൾ ആ സൈഡിലേക്ക് കൂടി ഇത്രയും വരും. ഇതെല്ലാം തന്നെ ഇതിന് വിശദമായിട്ട് ഞാൻ ഒരു വീഡിയോ ഇടാം. ഇതെല്ലാം നമുക്ക് തൈകളാണ്. ഇതെല്ലാം ഒടിച്ച് നമുക്ക് നട്ട് കൊടുക്കാം. ആ ഗ്രീഡം ഭാഗം നട്ട് കൊടുത്തെങ്കിൽ ഒരു 2-3 വർഷമാവും, 2 വർഷമെങ്കിലും ആവും പിടിക്കാനായിട്ട്, താമസമെടുക്കും. അതേപോലെ ഈ ഇപ്പോൾ കാണുന്നില്ലേ, ഇത് നട്ട് കൊടുത്തെങ്കിലും കുറച്ച് താമസമെടുക്കും കായ് വരാനായിട്ട്. അപ്പോൾ വേഗം വരണമെങ്കിൽ, അത് നട്ട് പിടിപ്പിക്കണമെങ്കിൽ നമ്മൾ തൈ വെച്ച ശേഷം ആ തൈയിൻ്റെ അടുത്ത് തന്നെ പുതിയ ഒരു തൈകൾ വരും. ആ തൈ നമ്മൾ ഒടിച്ച് നട്ട് വെച്ചെങ്കിൽ അത് ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷത്തിൽ തന്നെ കായ് പിടിക്കും. അങ്ങനെയാണ് ചില ആൾക്കാർ ഇതിൽ പറയുന്നത്, ഞാൻ വെച്ചിട്ട് 3 വർഷമായിട്ടും കായ് പിടിക്കുന്നില്ല എന്ന്. അതിന് പറയാൻ കാരണം ഇതാണ്, ഇങ്ങനത്തെ ഇതൊക്കെ പിടിപ്പിക്കുമ്പോൾ കുറച്ച് ലേറ്റാവും. എൻ്റെ ഒരു ഫ്രണ്ട് 3 വർഷമായിട്ട് ആ തൈ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു 3 വർഷമായിട്ടുണ്ട്, അത് ഞാൻ പറിച്ച് കളയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു 3 വർഷമായിട്ട് കാത്തു നിന്നില്ലേ, ഇനിയും കുറച്ച് സമയം കാത്തു നിൽക്കണം. നിങ്ങൾ വിശ്വസിക്കില്ല, പിന്നെ 1 മാസത്തിൽ തന്നെ അതിൽ കായ് പിടിച്ചു. കാരണം അതിന് റെഡിയായി. അപ്പോൾ ആ സമയം അത് പറിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കായ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ കുറച്ച് നമ്മൾ എന്ത് ചെയ്തെങ്കിലും വെയിറ്റ് ആക്കണം. അതിനായിട്ട് ഒരു സമയമുണ്ട് ഓരോ കാര്യത്തിലും. അതറിയാതെ ഇപ്പോൾ കുറച്ച് പരാജയപ്പെട്ടിട്ട് അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഇതെന്ത് ഒരു പൂവും പിടിക്കുന്നില്ല, അപ്പോൾ ഈ ചെടിയെല്ലാം നമുക്ക് പറിച്ച് കളയാമെന്ന് നമുക്ക് ചിലത് വെട്ടിക്കളയുന്നില്ലേ. ശരിക്കും അത് അടുത്ത പ്രാവശ്യം അടുത്ത സീസണിലൊക്കെ നിറച്ച് പൂക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടാവാം. പിന്നെ വെയിൽ കിട്ടാനും അങ്ങനെ വെയിലുള്ള സ്ഥലത്തിലൊക്കെ വെച്ചെങ്കിൽ നല്ല പൂവ് പിടിക്കാനും സാധ്യത ഉണ്ട്. കണ്ടു, ഇതിൽ എത്ര ഉണ്ടെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഒടിച്ചെടുക്കാനായിട്ട്. ശരിക്കും നിധി കിട്ടിയ പോലെയാണ് ഓരോ പ്രാവശ്യം എനിക്ക് തോന്നുക. കാരണം നമുക്ക് എത്ര തൈകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം പറിച്ചെടുക്കണമെങ്കിൽ കയ്യിൽ തന്നെ നല്ല മുള്ളു കുത്തിയിട്ട് അതിൻ്റെതെല്ലാം കുത്തി കയറി. കാരണം ഈ പൂച്ചയില്ലേ, ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ പൂച്ച ഈ കാലിൻ്റെ ഇടയ്ക്ക് തന്നെ വരുന്നത്, ഒന്നും സമ്മതിക്കുന്നില്ല. പിന്നെ ഞാനിങ്ങനെ ഓരോന്നും കട്ടാക്കി അത് വീണ് കിടപ്പുണ്ട്. നല്ല ഒരു മണമാണ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ. കാരണം നമ്മൾ ചെടിയിൽ തന്നെ പഴുത്ത് കിട്ടുമ്പോൾ അതിൻ്റെ മണവും രുചിയും വേറെ തന്നെയാണ്, കുറച്ച് കൂടുതലെന്ന് പറയാം. അതും നമ്മൾ തന്നെ വളർത്തിയതെങ്കിൽ ഇരട്ടിയല്ല, ട്രിപ്പിൾ മടങ്ങ് നമുക്ക്
അതിൻ്റെ എല്ലാം തന്നെ കിട്ടുമെന്ന് പറയാം. അത്രയും നല്ല ഒരു മണം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ചില സ്ഥലത്ത് എലിയൊക്കെ കടിക്കും, അങ്ങനെ വെക്കുന്നില്ലല്ലോ. അപ്പോൾ അവരൊക്കെ ഒന്ന് പറിച്ച് കുറച്ച് മൂപ്പായപ്പോൾ പറിച്ച് വെക്കുന്നതാണ് കുറച്ച് നല്ലത്. അല്ലെങ്കിൽ എന്തെങ്കിലും കടിച്ചിട്ടൊക്കെ പോകാനും ചാൻസ് ഉണ്ട്. എന്നാൽ ഇവിടെ ഒന്നും അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല, അതന്നെ ഭാഗ്യം എന്ന് പറയാം. പിന്നെ മയിലൊക്കെ വരുന്നുണ്ട്, പക്ഷെ അതൊന്നും ഇത് കൊത്തിയിട്ടില്ല. അത് തിന്നുകൊണ്ടോ അതറിയില്ല. നമ്മൾ എന്തെങ്കിലും വിത്തൊക്കെ ഇട്ടെങ്കിൽ അതെല്ലാം തിന്നുന്നുണ്ട്. ഇതുവരെ മയിൽ ഇത് കൊത്തി തിന്നിട്ടില്ല. ഇത് കണ്ടോ, ഇത് കുറച്ച് പഴുത്തിട്ടുണ്ട്. കുറച്ചല്ല, നല്ല തന്നെ പഴുത്തിട്ടുണ്ട്. 4 ആകുമ്പോഴത്തേക്ക് ഇത് റെഡിയാവും. ഇത് കണ്ടോ, ഈ ഭാഗവും നമുക്ക് നട്ടു കൊടുക്കാം. നമുക്ക് ശരിക്കും നിങ്ങൾ സൈഡിൽ വരുന്ന തൈകൾ ഇതിലല്ല, നമ്മൾ ചെടീൻ്റെ ചുവട്ടിൽ തന്നെ പിടിപ്പിച്ച് വരുന്ന തൈകൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് വെച്ച് പിടിപ്പിക്കുക. അത് കിട്ടാത്ത സമയത്ത് ഇതെല്ലാം തന്നെ നമുക്ക് വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. പിന്നെ ഇങ്ങനെ എല്ലാം നമ്മൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ ഓരോരോ സീസണിലും നമുക്ക് ഓരോരോ കായ്കൾ കിട്ടും തീർച്ചയായിട്ടും. എന്താണെന്ന് പറഞ്ഞാൽ ഇത് 1 വർഷത്തിൽ, മറ്റേത് 2 വർഷത്തിൽ, മറ്റേത് ഒരു 2.5 വർഷത്തിൽ കായ്ക്കുന്നു വെച്ചാൽ നമുക്കപ്പോൾ എല്ലാ വർഷവും നമുക്ക് കായ്കൾ പിടിക്കും. അപ്പോൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പറിക്കുമ്പോൾ അത് ചുവട്ടിൽ തന്നെ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. കപ്പയൊക്കെ അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. 1 പറിച്ചെങ്കിൽ 10 നട്ട് കൊടുക്കും അങ്ങനെ. അതുപോലെ ഇതിൽ കിട്ടുന്ന തൈകളെല്ലാം തന്നെ ആരെങ്കിലും ചോദിച്ചെങ്കിൽ കൊടുക്കും തൈകൾ, അല്ലെങ്കിൽ ബാക്കിയെല്ലാം തന്നെ നട്ട് കൊടുക്കും. വെറുതെ കളയാറില്ല. കൂടുതലെൻ്റെ ഹസ്ബൻഡാണ് ഇതിനെല്ലാം സഹായിക്കുന്നത്. നട്ടെല്ലാം കൊടുക്കും, എല്ലാം ചെയ്യും. ഒരു ഞായറാഴ്ചയാണ് ലീവ്, ഇപ്പോൾ 2 ആളും കൂടിയിട്ട് നമ്മൾ ചെയ്യാറുള്ളത്. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് ഒരു വിഷയം എന്തെന്ന് പറഞ്ഞാൽ ഇതെല്ലാം പൊട്ടിച്ചെടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓരോരും ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കുന്നെല്ലാം നമുക്ക് തൈകളാണല്ലോ. എനിക്കപ്പോൾ അതിൻ്റെ ഇതിൽ നിന്ന് ഇങ്ങനെ ഓരോന്നായിട്ട് വിടർത്തിയെടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഒരു കയ്യിൽ ആ പഴത്തിനെ പിടിച്ചിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ വേഗം വരും. ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് വരും. അപ്പം ഞാൻ ഒരു കയ്യിൽ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് തോന്നുന്നത് കഷ്ടം പോലെ. അതിങ്ങനെ പെടപെടാന്ന് ഉടച്ചെടുക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് നട്ട് കൊടുക്കാം. അടിയിലുള്ള ഒരു 2 എണ്ണം പറിച്ച് കളയാം. പിന്നെ ഇപ്പം ഇന്ന് അല്ലേ നമ്മൾ പറിച്ചത്, അപ്പോൾ അങ്ങനെ തന്നെ ഒരു 2-3 ദിവസം ഇടാം, ഒന്ന് വാടണം, പിന്നെ നട്ട് കൊടുത്താൽ മതി. സൂഡോമോണസിലുമൊക്കെ നടുന്നവരുണ്ട്. ഞാൻ അങ്ങനെ ഒന്നും നട്ട് കൊടുത്തിട്ടില്ല, ഞാൻ വെറുതെയാണ് നട്ട് കൊടുത്തിട്ടുള്ളത്. ആദ്യമായിട്ട് ഞാൻ നട്ട് കൊടുത്തെന്ന് പറഞ്ഞില്ലേ, അത് എങ്ങനെ നട്ടെന്ന് വെച്ചാൽ കടയിൽ നിന്ന് വാങ്ങിച്ച ഗ്രീഡം അതിൻ്റെ അടിയിലുള്ള 2-3 ഇലകളൊക്കെ എടുത്ത് കളഞ്ഞ ശേഷം ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ട് അത് വെച്ചു. വേര് വന്ന ശേഷമാണ് ഞാൻ അത് നട്ട് പിടിപ്പിച്ചത്. പിന്നെ അതിൽ നിന്ന് വന്ന തൈകളെല്ലാം ഞാൻ എന്താക്കി, നേരിട്ട് തന്നെ നട്ട് കൊടുത്തു. ഇപ്പോൾ ഉറന്നെങ്കിൽ നമുക്ക് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റും. കുറേയൊക്കെ ഇത്ര ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും നമുക്ക് വെള്ളത്തിലിട്ടിട്ട് നമുക്ക് വേര് വരാൻ അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അത് ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. കണ്ടു എത്ര തൈകളാണ് നോക്ക്. ഭയങ്കര ഹാപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ ശരിക്കും ഈ സീസണിൽ ഇപ്പോൾ ഈ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി എല്ലാം നമുക്കിങ്ങനെ എന്തെങ്കിലും വിളവെടുക്കാനായിട്ട് ഉണ്ടാവുമല്ലോ, ഓരോന്നായിട്ട് മാറി. അപ്പോൾ ഈ സീസണ് നല്ല ഒരു സീസൺ എന്ന് പറയാം നമുക്ക്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒടിച്ചെടുത്തു. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇവിടെ തന്നെ കട്ടാക്കിയിട്ട് ഇട്ടിട്ട് പോകുന്നു. പിന്നെ ഒരു എപ്പോഴെങ്കിലും ലീവ്, ഇനി പെരുന്നാൾ കഴിഞ്ഞിട്ടേ ഇരിക്കും എൻ്റെ ഹസ്ബൻഡിന് ലീവ് കിട്ടുക. സൺഡേ ഒന്നും ലീവില്ല ഇപ്പോൾ, അതുകൊണ്ട് അപ്പം നടണമെന്ന് വിചാരിക്കുന്നു. മഞ്ഞളൊക്കെ നടാനുണ്ട്. അതോടൊപ്പം ഞാൻ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഫോണിൽ വീഡിയോ എടുത്തുകൊണ്ട് കട്ടാക്കുമ്പോൾ ഒന്ന് കട്ടായി പോയതാണ്. കെയർലെസ് എന്ന് പറയാം. ഇത് പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ്. ഇത് കണ്ടോ, എല്ലാം തന്നെ നല്ല പഴുത്ത് നല്ല മണം ഇവിടെ വരുമ്പോൾ തന്നെ. അപ്പം ഞാൻ കട്ടാക്കിയില്ലേ ഒന്നും അറിയാതെ. അപ്പോൾ അതൊന്ന് കേടായോ എന്നൊന്ന് ചെക്കാക്കിയിട്ട്, കേടാവാനാവുന്ന പോലെ ഉണ്ടെങ്കിൽ ഒന്ന് പച്ചയ്ക്കുണ്ടെങ്കിൽ ജ്യൂസ് അടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നോക്കിയത്. പക്ഷെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. ഈ വീഡിയോ നിങ്ങളോട് പങ്കുവച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടി മറക്കാതെ അറിയിക്കുക. എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ അതും കൂടി പറയുക. അപ്പോൾ ഇത്ര സമയം എൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് താങ്ക് യു.